ഇന്ന് എല്ലാവർക്കും എന്റെ വക പാർട്ടിയോ എന്താ കാര്യം? സെൻസെക്സ് 80,000 താഴെ പോയില്ലേ? അപ്പൊ നല്ലൊരു അവസരമാണെന്ന് മനസ്സിലാക്കി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ഇനിയിപ്പോ ഭാവിയിൽ എനിക്ക് ലാഭം മാത്രം. ഇനി ആ SIP-കളൊക്കെ അങ്ങ് ഒഴിവാക്കണം. അങ്ങനെയൊന്നും നീ ചിന്തിക്കുകയോ ചെയ്യരുത്. അതെന്താ? എടി, നീ ഇവിടെ ചെയ്യുന്ന ബൈ ദ ഡിപ്പ് സ്ട്രാറ്റജിയാണ്. അപ്പം ഇതിൽ സക്സസ് ഗ്യാരണ്ടീഡ് ഒന്നുമല്ല. ഇവിടെ നീ മാർക്കറ്റ് ഇടിയുമ്പോൾ സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. എന്താണ്? ഭാവിയിൽ വില കൂടുന്നുള്ള പ്രതീക്ഷയില്. അപ്പൊ ഇതുവഴി റിട്ടേൺസ് ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ നമ്മുടെ SIP ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഇതിന്. കൂടാതെ ഇവിടെ കുറച്ച് ഡ്രോബാക്സും ഉണ്ട്. ഇവിടെ ആദ്യത്തെ കാര്യം വെച്ചാൽ സ്റ്റോക്സ് ഇടിയുമ്പോഴാണ് നമ്മൾ വാങ്ങുന്നത്. സോ നമുക്ക് അറിയില്ല സ്റ്റോക്സ് ഇനി ഇടിയോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ടൈമിംഗ് റിസ്ക് ഉണ്ട്. അപ്പൊ നീ ഇവിടെ ഒരു തെറ്റായ സമയത്താണ് എൻട്രി എടുക്കുന്നതെങ്കിൽ കൂടുതൽ നഷ്ടം വരാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് റിക്കവർ ആവാൻ സമയം എടുക്കും. സോ ലാഭം കിട്ടണമെങ്കിൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി മൂന്നാമത്തെ കാര്യം, മാർക്കറ്റ് ഡിപ്പ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഷോർട്ട് നോട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പൊ ഇതേ സമയം നമ്മൾ SIP നോക്കുവാണെങ്കിൽ ലോങ് ടേമിലേക്ക് ഒരു സ്റ്റേബിൾ റിട്ടേൺ ലഭിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്തിനാ ഡിപ്പിൽ വാങ്ങുമ്പോഴുള്ള ടൈമിംഗ് റിസ്ക്കും അൺസർട്ടനിറ്റി ഒക്കെ എടുക്കാൻ നീ നിൽക്കുന്നത്?